അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. ചാപ്റ്റർ 5. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചത് അക്കൗണ്ട്സ് ഫോർ ബാങ്കിങ് കമ്പനീസാണ്. ബാങ്കിങ് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഷെഡ്യൂളുകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് ഈ ചാപ്റ്ററിൽ. ഓക്കെ, ഇനി എന്താ ലൈഫ് ഇൻഷുറൻസ് കമ്പനി? ലൈഫ് ഇൻഷുറൻസ് കമ്പനി നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ്. ഒരു വ്യക്തിയുടെ ലൈഫിനെ ഇൻഷുർ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നടത്തുന്ന കമ്പനിയെയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, LIC, നമ്മൾ കേട്ടിട്ടുള്ളതാണ് സാധാരണയായിട്ട്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയാണ് എന്ത് ചെയ്യുന്നത്, അഷ്വർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ ഡെത്ത് ആകുമ്പോഴോ മെച്യൂരിറ്റി പീരീഡിലോ ആണ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി തിരിച്ച് അവൻക്ക് ആ പേയ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഇൻഷുറൻസ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് ലൈനിൽ തന്നെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് മേ ബി ഡിഫൈൻഡ് ആസ് എ കോൺട്രാക്ട് വെർ ബൈ വൺ പേഴ്സൺ ഇൻ കൺസിഡറേഷൻ ഓഫ് എ സർട്ടൻ സം നോൺ ആസ് പ്രീമിയം, അണ്ടർലൈൻ ചെയ്യുക കേട്ടോ, പ്രീമിയം, അഗ്രീസ് ടു പേ അണ്ടർലൈൻ ചെയ്യുക, on the happening of an event or on the expiry of a period, a sum of money, happening of an event, ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യുക, or to compensate the loss to the other. ഇനി എന്താ ലൈഫ് ഇൻഷുറൻസ് എന്നല്ല പറയുന്നത്, ലൈഫ് ഇൻഷുറൻസിൻ്റെ ഡെഫിനിഷൻ അല്ല ഇതിൽ പറയുന്നത്. ഇൻഷുറൻസ് എന്താണെന്നുള്ളതാണ്. ചിലപ്പോൾ വെഹിക്കിൾ ഇൻഷുറൻസ് ആകാം, ലൈഫ് ഇൻഷുറൻസ് ആകാം, മറ്റ് ഏത് തരത്തിലുള്ള ഇൻഷുറൻസും ആകാം. ജനറലി വാട്ട് ഈസ് ഇൻഷുറൻസ്, അതിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻഷുറൻസ് പറഞ്ഞാൽ അത് കോൺട്രാക്റ്റാണ്, അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. കോൺട്രാക്റ്റ് എന്താണെന്നുള്ളതാണ് പിന്നെ പറയുന്നത്. വെർ ബൈ വൺ പേഴ്സൺ, കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ്, കരാറിനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. വെർ ബൈ വൺ പേഴ്സൺ, ഒരു വ്യക്തി, ഇൻ കൺസിഡറേഷൻ ഓഫ് എ സർട്ടൻ സം നോൺ ആസ് പ്രീമിയം, ഒരു വ്യക്തി പ്രീമിയത്തിന് പകരമായി, സർട്ടൻ സം ഓഫ് മണി, ഒരു നിശ്ചിത എമൗണ്ടിന് പകരമായി, ഈ നിശ്ചിത എമൗണ്ടിനെ നമ്മൾ പ്രീമിയം എന്ന് വിളിക്കുന്നു, അതാണ് നോൺ ആസ് പ്രീമിയം. അപ്പോൾ ഒരു നിശ്ചിത എമൗണ്ടിന് പകരമായി, ഇൻ കൺസിഡറേഷൻ ഓഫ് എ സർട്ടൻ സം നോൺ ആസ് പ്രീമിയം, ആ നിശ്ചിത എമൗണ്ടിനെ പറയുന്നത് പ്രീമിയം എന്നാണ്. ആ വ്യക്തി എന്ത് ചെയ്യുന്നു, അഗ്രീസ് ടു പേ, പൈസ അടക്കാം അല്ലെങ്കിൽ ക്യാഷ് അടക്കാം എന്ന് വാക്ക് കൊടുക്കുന്നു. ഓൺ ദി ഹാപ്പനിങ് ഓഫ് എൻ ഈവൻറ്റ്, ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പൈസ അങ്ങോട്ട് തരാമെന്ന് വാക്ക് കൊടുക്കുന്നു. ഓർ ഓൺ ദി എക്സ്പയറി ഓഫ് എ പീരീഡ്, ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പോളിസിയുടെ എക്സ്പയറി ഡേറ്റ്, മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ അങ്ങടുക്ക് പൈസ തരാമെന്ന് എഗ്രി ചെയ്യുന്നു. എ സം ഓഫ് മണി പൈസയായിട്ടാണ് കൊടുക്കുന്നത്. ഓർ ടു കോമ്പൻസേറ്റ് ദി ലോസ് ടു ദി അതർ, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് നഷ്ടമാണോ അവനക്ക് വന്നിട്ടുള്ളത് ആ നഷ്ടം ഈ പറഞ്ഞ ആൾ പരിഹരിച്ചു കൊടുക്കാം എന്ന് വാക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഡെഫിനേഷനിലേക്ക് ഒന്നും കൂടി പോവാം. നമ്മളുടെ ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്തി ഈ ഡെഫിനേഷനെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഒരാളുടെ ലൈഫാണ് ഇൻഷുർ ചെയ്യുന്നതെന്ന് വെക്കാം. ഓക്കെ, നമ്മൾ ലൈഫ് ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത് എങ്കിൽ നമ്മൾ നേരെ ഡെഫിനേഷനിലേക്ക് വരാം. ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്റ്റാണ്. ആരൊക്കെയാണ്? ലൈഫ് ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുറൻസ് പോളിസി എടുത്ത ആളും തമ്മിലുള്ള കോൺട്രാക്റ്റാണ്. വെർ ബൈ വൺ പേഴ്സൺ, ഈ വൺ പേഴ്സൺ ആരാണ്? ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇൻ കൺസിഡറേഷൻ ഓഫ് എ സർട്ടൻ സം നോൺ ആസ് പ്രീമിയം, ഒരു നിശ്ചിത എമൗണ്ടിന് പകരമായി, നിശ്ചിത എമൗണ്ട് കൊടുക്കുന്നത് ആരാണ്? പ്രീമിയം. ആ പ്രീമിയം കൊടുക്കുന്നത് ആരാണ്? ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്നത് അദ്ദേഹമാണ് പ്രീമിയം കൊടുക്കുന്നത്. ആർക്ക്? ഇൻഷുറൻസ് കമ്പനിക്ക്. അഗ്രീസ് ടു പേ, ആരാണ് അഗ്രി ചെയ്യുന്നത്? ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി ഒരു നിശ്ചിത എമൗണ്ട് ഇൻഷുറൻസ് പോളിസി എടുത്ത ആളിൽ നിന്ന് മേടിക്കുമ്പോൾ അതിന് പകരമായിട്ട് പേയ്മെൻറ്റ് നടത്താമെന്ന് വാക്ക് കൊടുക്കുന്നു. ആര്? ഇൻഷുറൻസ് കമ്പനി. എപ്പോഴാണ്? ഓൺ ദി ഹാപ്പനിങ് ഓഫ് എൻ ഈവൻറ്റ്, ഒരു സംഭവം നടക്കുമ്പോൾ. ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ എന്താണ് അവിടെ നടക്കുന്ന സംഭവം? അയാൾ മരണപ്പെടാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ പോളിസി എടുത്ത ആൾ മരണപ്പെടുമ്പോൾ, അതാണ് ഹാപ്പനിങ് ഓഫ് എൻ ഈവൻറ്റ്. മരണപ്പെടുമ്പോൾ ലൈഫ് ഇൻഷുറൻസ് കമ്പനി പേയ്മെൻറ്റ് നടത്താമെന്നുള്ള വാക്ക് കൊടുക്കുന്നു. ഓർ ഓൺ ദി എക്സ്പയറി
എക്സ്പയറി ഓഫ് എ പീരീഡ്. ഇനി അവൻ്റെ മരണം നടന്നില്ല ഈ പറഞ്ഞിരിക്കുന്ന കാലയളവിനുള്ളിൽ, ചിലപ്പോൾ ഒരു 40 വർഷത്തെ പോളിസിയൊക്കെ ആയിരിക്കാം, അതിനുള്ളിൽ പക്ഷേ ഇവൻ്റെ മരണം നടന്നില്ല. അപ്പോൾ ഏതാണോ ആദ്യം സംഭവിക്കുന്നത്, ഇവൻ 40 വർഷത്തിനുള്ളിൽ മരിക്കുകയാണെങ്കിൽ അപ്പോൾ കൊടുക്കും ഈ എമൗണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 40 വർഷം കഴിഞ്ഞിട്ടും മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 40 വർഷം മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ അപ്പോൾ ഈ എമൗണ്ട് കൊടുക്കും. അതാണ് പറയുന്നത് ഹാപ്പനിങ് ഓഫ് ഈവൻറ്റ് ഡെത്ത് ഓർ ഓൺ ദി എക്സ്പയറി ഓഫ് എ പീരീഡ്. പീരീഡിൻ്റെ എക്സ്പയറി ആകുമ്പോൾ, പോളിസി പീരീഡ് എക്സ്പയറി ആകുമ്പോൾ എ സം ഓഫ് മണി, ഒരു നിശ്ചിത എമൗണ്ട്, ഓർ ടു കോമ്പൻസേറ്റ് ദി ലോസ് ടു ദി അതർ, മറ്റുള്ളവർക്ക് ഈ നഷ്ടത്തെ പരിഹരിച്ചു കൊടുക്കുക. ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ നഷ്ടം പരിഹരിക്കാൻ പറ്റില്ല, അയാൾ മരിച്ചു പോയാൽ നമുക്ക് ആ നഷ്ടം നികത്തി കൊടുക്കാൻ പറ്റില്ല. മറ്റേതാണെങ്കിൽ ഇപ്പോൾ വെഹിക്കിൾ ഇൻഷുറൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാറ് നശിച്ചു പോയി, ഇപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് നശിച്ചു പോയി, അല്ലാന്നുണ്ടെങ്കിൽ തീ പിടിച്ചിട്ട് അത് കത്തി നശിച്ചു പോയി എങ്കിൽ അതിന് പകരമായിട്ട് കാറ് അവർക്ക് കൊടുക്കാം, ആ രീതിയിലുള്ള കാർ അവർക്ക് കൊടുക്കാം. പക്ഷേ ലൈഫ് ഇൻഷുറൻസിൻ്റെ കമ്പനിയിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന ടേംസ് പ്രത്യേകം ശ്രദ്ധിക്കുക. തൊട്ട് താഴെ അതിൻ്റെ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ദി പേയ്മെൻറ്റ് ഓഫ് സം ഓഫ് മണി ഇൻ ദി ഇവൻറ്റ് ഓഫ് ലോസ് ഓർ ഇഞ്ചുറി ടു അനദർ പേഴ്സൺ. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന സെൻറ്റൻസ്, ദി പേഴ്സൺ ഹു സേഫ് ഗാർഡ്സ് ദി അതർ എഗെയിൻസ്റ്റ് ലോസ് ഈസ് കോൾഡ് ഇൻഷുറൻസ്. അതായത് മറ്റാളുടെ നഷ്ടത്തെ സേഫ് ഗാർഡ് ചെയ്യുന്ന ആൾ, അതായത് ആ നഷ്ടത്തെ സുരക്ഷിതമാക്കി വെക്കുന്ന ആളെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് പറയുന്നത്. ആൻഡ് ദി പേഴ്സൺ ഹു ഈസ് സേഫ് ഗാർഡഡ് ഈസ് കോൾഡ് ഇൻഷേർഡ്. ആരുടെ നഷ്ടത്തെയാണോ സേഫ് ഗാർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തെ ഇൻഷേർഡ് എന്ന് പറയുന്നു. ഇവിടെ നമ്മളുടെ കേസിൽ ദസ് ദി ഇൻഷുറൻസ് കമ്പനി ഈസ് കോൾഡ് ഇൻഷുറർ. ഇൻഷുറൻസ് കമ്പനിയാണ് മറ്റൊരാളുടെ നഷ്ടത്തെ നികത്തി കൊടുക്കാമെന്നുള്ള വാക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഷുറർ ആകുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. ഇൻഷേർഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? ആ പോളിസി എടുത്ത ആളായിരിക്കും. ദി പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ഇൻ ഹൂസ് ഫേവർ ദി ഇൻഷുറൻസ് ഈസ് എഫക്റ്റഡ് ഈസ് കോൾഡ് ദി ഇൻഷേർഡ്. ആരുടെ പേരിലാണോ ഇൻഷുറൻസ് നമ്മൾ നടത്തുന്നത് അയാളെയാണ് ഇൻഷേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് പോളിസി എടുത്ത ആളെ ഇൻഷേർഡ് എന്നും ഇൻഷുറൻസ് കമ്പനിയെ ഇൻഷുറർ എന്നും പറയുന്നു. തെറ്റരുത് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ എഴുതപ്പെടുന്ന ഡോക്യുമെൻ്റ് കോൺട്രാക്റ്റൊക്കെ ഉണ്ടാകുമല്ലേ, ആ ഡോക്യുമെൻറ്റിനെ നമ്മൾ പറയുന്നത് ഇൻഷുറൻസ് പോളിസി എന്നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. പിന്നെ പ്രീമിയം എമൗണ്ട് പറഞ്ഞു അല്ലേ. പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇൻഷുറൻസ് പോളിസി എടുത്ത ആൾ ഇൻഷുറൻസ് കമ്പനിക്ക് മാസം മാസം നിശ്ചിത എമൗണ്ട് കൊടുക്കണം അല്ലേ, അതിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. കുറച്ചും കൂടി നമുക്ക് എക്സ്പ്ലനേഷൻ ടേംസ് പഠിക്കാം. ഓക്കെ, എക്സ്പ്ലനേഷൻ ഓഫ് സർട്ടൻ ടേംസ് ഇൻ കണ്ടീഷൻ വിത്ത് ലൈഫ് ഇൻഷുറൻസ് ആണ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഈ ടേംസ് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ആകെ കൂടി ക്ലാഷായി കൺഫ്യൂഷൻ ആകും. ബേസിക് ടേംസ് ആണ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രീമിയം മിസ് പറഞ്ഞു എന്താണ്? ഇൻഷുറൻസ് പോളിസി ഹോൾഡർ, ഇൻഷുറൻസ് പോളിസി എടുത്ത ആൾ ആരാണോ അദ്ദേഹം ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് മാസം മാസം ഒരു നിശ്ചിത തുക കൊടുക്കണം അല്ലേ, അതിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. പ്രീമിയം ഈസ് കൺസിഡറേഷൻ ഗിവൺ ബൈ ദി ഇൻഷുറൻസ് കമ്പനി ഫ്രം ദി ഇൻഷേർഡ്. ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻഷേർഡ് കൊടുക്കുന്നതാണ്. ഇൻഷേർഡ് ആരാണ്? പോളിസി എടുത്ത ആൾ. പ്രീമിയം ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻകം ഓഫ് ദി ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകമാണ് പ്രീമിയം എന്ന് പറയുന്നത്. മാസം മാസം ഒരു നിശ്ചിത എമൗണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് പോയിൻ്റ് റീ ഇൻഷുറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ലൈഫ് ഇൻഷുറൻസ് കമ്പനി തൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗം മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കുന്നു. തൻ്റെ ബിസിനസ്സിൻ്റെ, അതായത് ലൈഫ് ഇൻഷുറൻസ് കമ്പനി തൻ്റെ ഇൻഷുറൻസ് പോളിസിയുടെ ഒരു 30% മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയെ ഏൽപ്പിക്കുന്നു നോക്കി നടത്താൻ വേണ്ടിയിട്ട്. റിസ്ക് കുറയാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് പാസ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒരു ഇൻഷുറൻസ് കമ്പനി തൻ്റെ ഇൻഷുറൻസ് പോളിസികൾ, തൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗം മറ്റൊരു കമ്പനിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റീ ഇൻഷുറൻസ്, രണ്ടാമത് ഇൻഷുർ ചെയ്യുന്നതിനെയാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി റീ ഇൻഷുറൻസ്, വെൻ എ കമ്പനി റീ ഇൻഷുർസ് എ പാർട്ട് ഓഫ് ദി ബിസിനസ് വിത്ത് അനദർ ഇൻഷുറൻസ് കമ്പനി, ഇറ്റ് ഈസ് കോൾഡ് റീ ഇൻഷുറൻസ് സീഡഡ്. ഒരു ഇൻഷുറൻസ് കമ്പനി, എ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയും ഉണ്ട്, ബി എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയും ഉണ്ട്. ഞാനാണ് എ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി എന്ന് വിചാരിക്കാം. ഞാൻ എൻ്റെ ഇൻഷുറൻസിൻ്റെ ഒരു ഭാഗം, എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗം ബി എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിനെ റീ ഇൻഷുറൻസ് സീഡഡ് എന്നാണ് പറയുക. കൊടുത്തു, സീഡഡ്.
ദെൻ ആൻഡ് കമ്മീഷൻ റിസീവ്ഡ് ഫ്രം ദി അതർ ഇൻഷുറൻസ് കമ്പനി. ഇനി അതിൻ്റെ മൊത്തം അധികാരവും ആർക്കാണ്? കമ്പനി ബിക്കാണ്. ഞാൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു. പക്ഷേ അവരെന്ത് ചെയ്യും? അതിൻ്റെ ഒരു ഭാഗം പ്രീമിയം റിസീവ് ചെയ്യുന്നതും മറ്റുമൊക്കെ ഇനി അവരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? അതിന് നമ്മളുടെ ബിസിനസ്സാണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ സെർട്ടൈൻ സം കമ്മീഷനായിട്ട് ബിസിന് തരും. ഓക്കെ, നമ്മളുടെ ബിസിനസ് അങ്ങോട്ട് കൊടുത്തതിന് പകരമായിട്ട് കമ്മീഷൻ ഇങ്ങോട്ട് തരും. അതിനെ പറയുന്നതാണ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ്. ഞാൻ എൻ്റെ ബിസിനസ് അങ്ങോട്ട് കൊടുത്തു, അതുമേൽ എനിക്ക് ഇങ്ങോട്ട് കമ്മീഷൻ തരുന്നു. അതിനെ പറയുന്നത് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ്. നോട്ട് ചെയ്യാട്ടോ, തെറ്റരുത് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ സിമിലർലി വെൻ ദി അതർ കമ്പനി റീ ഇൻഷുറൻസ് എ പാർട്ട് ഓഫ് ദി ബിസിനസ് വിത്ത് ദി ഇൻഷുറൻസ് കമ്പനി ഈസ് കോൾഡ് റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്. ഇനി മിസ് എ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയാണ്, വേറൊരു കമ്പനിയുണ്ട് ഇൻഷുറൻസ് കമ്പനി ബി. ഈ ഇൻഷുറൻസ് കമ്പനി ബി നേരത്തെ ഞാനാണ് അങ്ങോട്ട് ബിസിനസ് കൊടുത്തത്. ഈ ബി എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി അവൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗം മിസ്സിന് തരുന്നു, എൻ്റെ കമ്പനിക്ക് തരുന്നു. ഓക്കെ, അവൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗം ഇങ്ങോട്ട് തരുന്നു. നേരത്തെ എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമാണ് അങ്ങോട്ട് കൊടുത്തത്. ഇപ്പോൾ നേരെ തിരിച്ചാണ്, അവൻ്റെ ഇൻഷുറൻസ് പോളിസിയുടെ ഒരു ഭാഗം, ബിസിനസ്സിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് തരുന്നു. അതിനെ പറയുന്നത് റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്. ഞാൻ അക്സെപ്റ്റ് ചെയ്തു അല്ലേ, അതിനെ പറയുന്നത് അക്സെപ്റ്റഡ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? അവൻ്റെ ബിസിനസ് ഞാൻ മേടിച്ചെടുത്തിട്ടുണ്ട്, അപ്പോൾ അതുമേൽ എന്താണ്? കമ്മീഷൻ അങ്ങോട്ട് കൊടുക്കണം. ഇനി പ്രോഫിറ്റൊക്കെ കിട്ടുന്നത് എനിക്കാണ്. അവൻ്റെ ബിസിനസ് എടുത്തിട്ടാണ് ഞാൻ പ്രോഫിറ്റൊക്കെ കണ്ടെത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? കമ്മീഷൻ ഞാൻ അങ്ങോട്ട് കൊടുക്കണം. നേരത്തെ നമ്മൾ ഇങ്ങോട്ട് മേടിച്ചു, ഇപ്പോൾ ഞാൻ അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, മനസ്സിൽ ക്ലിയർ ആവണം കേട്ടോ, പിക്ചർ ക്ലിയർ ആവണം. ബിയുടെ ബിസിനസ് ഞാൻ ഇങ്ങോട്ട് മേടിച്ചു, ഇനി ഞാൻ കമ്മീഷൻ അങ്ങോട്ട് കൊടുക്കണം. അതിനെ പറയുന്നത് ആൻഡ് ദി കമ്മീഷൻ ബൈ ദി ഇൻഷുറൻസ് കമ്പനി ടു ദി അതർ കമ്പനി ഈസ് കോൾഡ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്. കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്. ഓക്കെ, അപ്പോൾ എന്താണ് റീ ഇൻഷുറൻസ് സീഡഡ്, റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് എന്ന് മനസ്സിലായില്ലേ മക്കൾക്ക്? മിസ്സിൻ്റെ കമ്പനിയുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഭാഗം ബി എന്ന ബിസിനസ്സിന് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുന്നു. അവർ മിസ്സിന് അപ്പോൾ എന്ത് ചെയ്യും? തിരിച്ച് കമ്മീഷൻ തരും. അതിന് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് പറയും. ഇനി നേരെ തിരിച്ച് ഇൻഷുറൻസ് കമ്പനി ബി മിസ്സിന് അവൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗം മിസ്സിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് മിസ് അത് അക്സെപ്റ്റ് ചെയ്തു അല്ലേ, അപ്പോൾ അതിന് റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് എന്ന് പറയുന്നു. ഇനി മിസ് അങ്ങോട്ട് കമ്മീഷൻ കൊടുക്കണം അല്ലേ, അതിന് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് എന്നും പറയുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് ക്ലെയിം. തേർഡ് പോയിൻ്റ് ഈസ് ക്ലെയിം. വാട്ട് ഈസ് ക്ലെയിം? ക്ലെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെച്യൂരിറ്റി പീരീഡിലോ അല്ലെങ്കിൽ ആ ഹാപ്പനിങ് ഓഫ് എൻ ഇവൻറ്റിൽ സെർട്ടൈൻ സമ്മ് ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു, അഷ്യൂർ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ 4 ലക്ഷമാണ് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ 4 ലക്ഷം അവനക്ക് കൊടുക്കും മെച്യൂരിറ്റി പീരീഡിലോ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുമ്പോഴോ. ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനി തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നതിനെയാണ് ക്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ, പോളിസി ഹോൾഡറുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പൈസ മേടിക്കുന്നതിനെ പ്രീമിയം എന്ന് പറയും. ഇനി മെച്യൂരിറ്റി പീരീഡിൽ അങ്ങോട്ട് പൈസ കൊടുക്കണതിനെ നമ്മൾ ക്ലെയിം എന്നും പറയും. ദി എമൗണ്ട് പെയ്ഡ് ബൈ ദി ഇൻഷുറൻസ് കമ്പനി ഓൺ ദി ഡെത്ത് ഓർ ഓൺ മെച്യൂരിറ്റി ഈസ് കോൾഡ് ക്ലെയിം. അവൻ്റെ മരണം സംഭവിക്കുമ്പോഴോ, ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ മരണം സംഭവിക്കുമ്പോഴോ മെച്യൂരിറ്റി പീരീഡിലോ കമ്പനി അങ്ങോട്ട് പേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ക്ലെയിം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ എക്സ്പെൻഡിച്ചർ. പ്രീമിയം ഇൻകം ആയിരുന്നു, പ്രീമിയം മാസം കമ്പനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. ക്ലെയിം എന്ന് പറയുന്നത് എക്സ്പെൻസാണ്, അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. ഓക്കെ, നോട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ നെറ്റ് ക്ലെയിമിന് ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേട്ടാ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപകാരപ്പെടും. നെറ്റ് ക്ലെയിം ഈക്വൽസ്, ഇപ്പോൾ തൽക്കാലം എഴുതി വെച്ചാൽ മതി, മിസ് മേലെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് മക്കളെ എഴുതി വെക്കാൻ നോട്ടിലേക്ക്. നെറ്റ് ക്ലെയിം ഈക്വൽസ് ക്ലെയിം പെയ്ഡ് ഓൺ ഇൻഷുറൻസ് ബിസിനസ് പ്ലസ് റീ ഇൻഷുറൻസ് ക്ലെയിം പെയ്ഡ് മൈനസ് റീ ഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ്. ഓക്കെ, റീ ഇൻഷുറൻസ് എന്താണെന്ന് മക്കൾക്ക് അറിയാം അല്ലേ, നമുക്ക് എന്തായാലും നോക്കാം, പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവട്ടാം. ഇവിടെ എക്സാമ്പിളൊന്നും പറയുന്നില്ല മക്കൾക്ക് പറഞ്ഞു തരാനായിട്ട്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് ആനുവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡറുടെ കയ്യിൽ നിന്ന് ലംസം എമൗണ്ട് റിസീവ് ചെയ്യുന്നു. മറ്റേത് മാസം പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതാണ്, 1000 രൂപ വെച്ചിട്ടൊക്കെ പേയ്മെൻറ്റ് നടത്തുന്നതായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഒരു ലംസം എമൗണ്ട്, മൊത്തം ബൾക്കായിട്ട് എമൗണ്ട് റിസീവ് ചെയ്യുന്നു. അതാണ് പറയുന്നത്. അങ്ങനെ റിസീവ് ചെയ്തതുമേൽ കമ്പനി തിരിച്ച് പേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ആനുവിറ്റി എന്ന് പറയുന്നത്.
ശ്രദ്ധിക്കുക കേട്ടോ, മിസ് വായിക്കുക. ആനുവിറ്റി ഈസ് ആൻ ആനുവൽ പേയ്മെൻറ്റ്. ആനുവൽ പേയ്മെൻ്റ് ആണ് ആനുവിറ്റി, ആനുവൽ പേയ്മെൻ്റ് ആണ് മെയ്ഡ് ബൈ ദി ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ആരാണ് കൊടുക്കുന്നത്? മിസ്സാണ് കൊടുക്കുന്നത്. മിസ്സാണ് കേട്ടോ ഇൻഷുറൻസ് കമ്പനി. മിസ്സാണ് കൊടുക്കുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്? ഇൻ കൺസിഡറേഷൻ ഫോർ ലംസം റിസീവ്ഡ്. പോളിസി ഹോൾഡറുടെ കയ്യിൽ നിന്ന് ഒരു വലിയ തുക ഞാൻ മേടിച്ചിട്ടുണ്ട്, അതിന് പകരം ഒന്നിച്ച് മേടിച്ചു, ഇടയ്ക്ക് മാസം മേടിക്കാതെ ഒന്നിച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്, അതിന് പകരമായിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ച് ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കും, അതിനെ പറയുന്നതാണ് ആനുവിറ്റി. ഓക്കെ, ആനുവിറ്റി. ആനുവലി ആണ് ഞാൻ ഈ പൈസ അങ്ങോട്ട് കൊടുക്കുന്നത്. ആനുവിറ്റി ഈസ് ആൻ എക്സ്പെൻസ് ആൻഡ് കൺസിഡറേഷൻ ഫോർ ആനുവിറ്റി ഗ്രാൻഡഡ് ഈസ് ആൻ ഇൻകം ഫോർ ദി ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ആനുവിറ്റി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, കാരണം വർഷത്തിൽ ഇൻഷുറൻസ് കമ്പനി അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. ക്ലെയിം പോലെ തന്നെ എക്സ്പെൻസ് ആണ്, അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. ക്ലെയിം അല്ല ആനുവിറ്റി. ഓക്കെ, ആനുവിറ്റി ഗ്രാൻഡഡ് കൺസിഡറേഷൻ ഫോർ ആനുവിറ്റി കൊടുക്കുന്നതിന് നമ്മൾ മേടിക്കുന്ന കൺസിഡറേഷൻ ഇൻകമാണ്. അതായത് ലംസം എമൗണ്ട് റിസീവ് ചെയ്യുമെന്ന് പറയുന്നില്ലേ, അതാണ് കൺസിഡറേഷൻ ഫോർ ആനുവിറ്റി ഗ്രാൻഡഡ് എന്ന് പറയുന്നത്. ആ ലംസം എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്യുന്നത് ഇൻകമാണ്. ആനുവിറ്റി കൊടുക്കുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്, അത് എക്സ്പെൻസ് ആണ്. ലംസം എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്യുന്നത് പോളിസി ഹോൾഡർ നമുക്ക് തരുന്നതാണ്, കമ്പനിക്ക് തരുന്നതാണ്, അപ്പോൾ അത് ഇൻകമാണ്. ദെൻ നെക്സ്റ്റ് ഈസ് ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ക്ലെയിമിന് പുറമേ, ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ് സം എഷ്വേർഡ് ഓർ ക്ലെയിം എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി പീരീഡിൽ അവൻ്റെ ഡെത്ത് സംഭവിക്കുമ്പോഴോ മെച്യൂരിറ്റി പീരീഡിലോ കമ്പനി തിരിച്ച് അവനക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെ ചിലപ്പോൾ ഒരു 4 ലക്ഷം തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും കമ്പനി, സം എഷ്വേർഡ് ഒരു നിശ്ചിത എമൗണ്ട് പറഞ്ഞിട്ടുണ്ടാകും. അതിന് പുറമെ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം കൂടി പോളിസി ഹോൾഡർക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോണസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ എംപ്ലോയീസിനൊക്കെ ബോണസ് കൊടുക്കുക എങ്ങനെയാണ്? ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം കൂടി സാലറിയുടെ കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ബോണസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായി, ആ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം പോളിസി ഹോൾഡർക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ ബോണസ് എന്ന് പറയും. ബോണസ് 3 ടൈപ്പ് ഉണ്ട്. ബോണസ് ഇൻ ക്യാഷ്, റിവേർഷനറി ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. ഈ ടേംസ് ഒക്കെ ക്ലിയർ ആവണം കേട്ടോ. ബോണസ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പോളിസി ഹോൾഡർക്ക് ക്യാഷായിട്ട് ഈ ബോണസ് പേയ്മെൻറ്റ് നടത്തുന്നു. ഇഫ് ദി ബോണസ് പേയബിൾ ടു ദി പോളിസി ഹോൾഡർ ഈസ് പെയ്ഡ് ഇൻ ക്യാഷായിട്ട് തന്നെ കൊടുക്കുന്നു. അതിനെയാണ് ബോണസ് ഇൻ ക്യാഷ് എന്ന് പറയുന്നത്. ഇതും എക്സ്പെൻസ് ആണ്, ബോണസൊക്കെ എക്സ്പെൻസ് ആണ്, കമ്പനിയുടെ കയ്യിൽ നിന്ന് പോണതാണ് കേട്ടോ. ഇനി റിവേർഷനറി ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷായിട്ട് ബോണസ് കൊടുക്കില്ല. മിസ് അണ്ടർലൈൻ ചെയ്തതൊക്കെ മക്കൾ അണ്ടർലൈൻ ചെയ്തോട്ടെ. ദിസ് ഈസ് ബോണസ് നോട്ട് പെയ്ഡ് ഇൻ ക്യാഷായിട്ട് കൊടുക്കുന്നില്ല, ബട്ട് ഇൻക്ലൂഡഡ് ഇൻ ക്ലെയിംസ് ആൻഡ് പെയ്ഡ് ഓൺലി ഓൺ ദി ഡെത്ത് ഓർ മെച്യൂരിറ്റി പീരീഡ്. ക്ലെയിമിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ 4 ലക്ഷമാണ് സം എഷ്വേർഡ് എങ്കിൽ അവനക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, അവൻ്റെ ഡെത്തോ മെച്യൂരിറ്റി പീരീഡോ ആയിട്ടുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് കമ്പനി പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ കൂടെ ഒരു 10,000 രൂപ ബോണസായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഡെത്ത് സംഭവിക്കുമ്പോഴോ മെച്യൂരിറ്റി പീരീഡിലോ ആണ് ഇത് കൊടുക്കുന്നത്. എന്ത്? റിവേർഷനറി ബോണസ്. ക്യാഷായിട്ട് കൊടുക്കുന്നില്ല, ക്ലെയിമായിട്ട് തന്നെ കൊടുക്കുന്നു. അതായത് ബോണസ് ഇൻ ക്യാഷായിട്ട് കൊടുക്കുന്നില്ല, ക്ലെയിമിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് റിവേർഷനറി ബോണസ്. ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി എമൗണ്ട് ഓഫ് ക്ലെയിമിൻ്റെ എമൗണ്ടിൻ്റെ കൂടെയാണ് ഈ റിവേർഷനറി ബോണസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്യുക, ക്ലെയിമിൻ്റെ കൂടെയാണ് റിവേർഷനറി ബോണസ് കാണിക്കേണ്ടത്. ക്ലെയിമായിട്ടാണ് അതിനെയും നമ്മൾ പരിഗണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ബോണസ് ഇൻ റിഡക്ഷൻ. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. അതായത് ഇവിടെ നമ്മൾ ബോണസ് ക്യാഷായിട്ട് കൊടുക്കുന്നില്ല, അതുപോലെ നമ്മൾ ചെയ്യുന്നത് അവൻ പോളിസി ഹോൾഡർ കമ്പനിക്ക് തരാനുള്ള പ്രീമിയത്തിൽ നിന്ന് ഈ എമൗണ്ട് കുറക്കുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബോണസ് ഇവിടെ മക്കൾക്ക് തന്നിട്ടുള്ളത്, ബോണസ് കമ്പനി നിശ്ചയിച്ചിരിക്കുന്നത് 8,000 ആണ്. പോളിസി ഹോൾഡർ മാസം തരേണ്ട പ്രീമിയം എമൗണ്ട് 12,000 ആണ്. ഓക്കെ, 12,000 പോളിസി ഹോൾഡർ കമ്പനിക്ക് തരണം. കമ്പനി അവനക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ബോണസ് 8,000 ആണ്. അപ്പോൾ അവിടെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. 12,000 നിന്ന് ഈ 8,000 കുറച്ച് ബാക്കി 4,000 പോളിസി ഹോൾഡർ പേയ്മെൻറ്റ് നടത്തിയാൽ മതി എന്ന് പറയും. ഓക്കെ, അതാണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. പ്രീമിയത്തിൽ നിന്ന് ബോണസ് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് പോളിസി ഹോൾഡറോട് അടച്ചാൽ മതി എന്ന് പറയും. ഓക്കെ, ഇനി സറണ്ടർ വാല്യൂ.
നെക്സ്റ്റ് ഈ സറണ്ടർ വാല്യൂ ഉണ്ട്, പെയ്ഡപ്പ് വാല്യൂ ഉണ്ട്. സറണ്ടർ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവനക്ക് കുറച്ചൊക്കെ അടച്ച് പകുതി വരെ അടച്ചിട്ടുണ്ട്, ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടച്ചിട്ടുണ്ട്, പകുതി എത്തിയപ്പോൾ അവനക്ക് അടക്കാൻ പറ്റുന്നില്ല, ഫിനാൻഷ്യലി അവനക്ക് അടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ ഈ പോളിസി അവിടെ ക്വിറ്റ് ചെയ്യാണ്. ഓക്കെ, ക്വിറ്റ് ചെയ്യാണ്. അതാണ് സറണ്ടർ വാല്യൂ. അപ്പോൾ അവനക്ക് കൊടുക്കുന്ന വാല്യൂ പ്രസൻറ്റ് വാല്യൂ, മിസ് അണ്ടർലൈൻ ചെയ്തേക്ക് നോക്കൂ. നെക്സ്റ്റ് സെൻറ്റൻസ്, ദി പ്രസൻറ്റ് ക്യാഷ് വാല്യൂ ഓഫ് ദി പോളിസി വിൽ ബി പെയ്ഡ് ബൈ ദി കമ്പനി. ദിസ് ഈസ് നോൺ ആസ് സറണ്ടർ വാല്യൂ ഓഫ് ദി പോളിസി. അതായത് അവൻ ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് പോളിസിയുടെ വാല്യൂ എത്രയാണോ അതാണ് അവനക്ക് കൊടുക്കുന്നത്, അതിനെ പറയുന്നതാണ് സറണ്ടർ വാല്യൂ. ഓക്കെ, അവനക്ക് പ്രീമിയം പേയ്മെൻറ്റ് നടത്താൻ പറ്റാതെയാവുന്നു, ക്വിറ്റ് ചെയ്യുന്നു, ആ സമയത്ത് പോളിസിയുടെ പ്രസൻറ്റ് വാല്യൂ എത്രയാണോ അത് അവനക്ക് കൊടുക്കുന്നു, അതിനെ നമ്മൾ സറണ്ടർ വാല്യൂ എന്ന് പറയും. നോട്ട് ചെയ്യാട്ടോ. ദ നെക്സ്റ്റ് ഈസ് പെയ്ഡപ്പ് വാല്യൂ. പെയ്ഡപ്പ് വാല്യൂ ഇതുപോലെ തന്നെ പ്രീമിയം അവൻ സ്റ്റോപ്പ് ചെയ്യാണ്. മറ്റൊടുത്ത് സറണ്ടർ വാല്യൂവിൽ ക്വിറ്റ് ചെയ്ത് അപ്പം തന്നെ അവൻ ആ പൈസ റിസീവ് ചെയ്യുക, പൈസ അവനക്ക് കൊടുക്കുകയാണ് ഇൻഷുറൻസ് കമ്പനി. ഇവിടെ പെയ്ഡപ്പ് വാല്യൂവിൽ പറയുന്നത് അവൻ ക്വിറ്റ് ചെയ്യുകയാണ്, പക്ഷെ പൈസ ഇപ്പോൾ മേടിക്കുന്നില്ല. മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോഴാണ് ഈ എമൗണ്ട് പ്രീമിയം പേയ്മെൻറ്റ് അവൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. അതാണ് സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓഫ് ദി പ്രീമിയം. നോട്ട് ചെയ്യുക, സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓഫ് ദി പ്രീമിയം. പക്ഷേ ആ പോളിസിയുടെ എമൗണ്ട് അവനക്കിപ്പോൾ കൊടുക്കുന്നില്ല, അവനിപ്പോൾ റിസീവ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിന് നമ്മൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട് പെയ്ഡപ്പ് വാല്യൂ കാണാനായിട്ട്. പെയ്ഡപ്പ് വാല്യൂ ഈസ് ഈക്വൽ ടു സം അഷ്വേർഡ്. ഇത് നോട്ട് ചെയ്യണം കേട്ടോ. സം അഷ്വേർഡ് എത്രയാണ് അവനക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്, ഡെത്ത് മെച്യൂരിറ്റി പീരീഡിൽ എത്ര കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് 4 ലക്ഷം എന്ന് വിചാരിക്കുക. 4 ലക്ഷം ഇൻറ്റു നമ്പർ ഓഫ് പ്രീമിയം പെയ്ഡ്. അവൻ ഓൾറെഡി എത്ര പ്രീമിയം പേ ചെയ്തു, ഇപ്പോൾ 40 തവണകൾ അടക്കണമെന്ന് വിചാരിക്കുക. അതിൽ 25 തവണ അടച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതാണ് നമ്പർ ഓഫ് പ്രീമിയം പെയ്ഡ് 25. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് പ്രീമിയം പേയബിൾ. ഇനി എത്ര പേയബിൾ ആണ്, എത്ര പേയ്മെൻറ്റ് നടത്താനുണ്ട് പ്രീമിയം. അപ്പോൾ 25, 40-ൽ 25 പോയാൽ ബാക്കി 15 പേയബിൾ ആണ്. ഓക്കെ, 25 ഡിവൈഡഡ് ബൈ 15. ഇതാണ് പെയ്ഡപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് നോക്കിയാൽ മിസ് പറഞ്ഞത് തന്നെയാണ്. ദി പെയ്ഡപ്പ് വാല്യൂ ഓഫ് ദി പോളിസി ഈസ് പെയ്ഡ് ഓൺലി ഓൺ മെച്യൂരിറ്റി പീരീഡിലാണ് പേയ്മെൻറ്റ് നടത്തുന്നത്, ഓർ ഓൺ ഡെത്ത് വിച്ച് എവർ ഈസ് ഏർലിയർ. ഏതാണ് ആദ്യം നടക്കുന്നത് എങ്കിൽ അപ്പോഴാണ് നടത്തുന്നത്. സറണ്ടർ വാല്യൂ അങ്ങനെയല്ല, ക്വിറ്റ് ചെയ്ത് അപ്പം തന്നെ എമൗണ്ട് പോളിസി ഹോൾഡർ മേടിക്കുകയാണ്. പെയ്ഡപ്പ് വാല്യൂവിൽ അങ്ങനെയല്ല, ക്വിറ്റ് ചെയ്യുന്നു. ക്വിറ്റ് ചെയ്യുന്ന വെച്ചാൽ പ്രീമിയം പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നില്ല, പ്രീമിയം പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. പ്രീമിയം അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പേയ്മെൻറ്റ് നടത്തുന്നില്ല, പക്ഷേ ഈ ക്ലെയിം റിസീവ് ചെയ്യുന്നത് മെച്യൂരിറ്റി പീരീഡിൽ തന്നെയാണ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലാക്കാം കേട്ടോ. ദെൻ ലൈഫ് അഷുറൻസ് ഫണ്ട്. ലാസ്റ്റ് പോയിൻ്റ്, ലൈഫ് അഷുറൻസ് ഫണ്ട്. ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡൗട്ട്ഫുൾ ഡെപ്റ്റിന്, ബാഡ് ഡെപ്റ്റിനൊക്കെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാറില്ല. അതെന്താണ്, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടത്തെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്ന് തന്നെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം മാറ്റി വെക്കുന്നതിനെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭാവിയിൽ ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകാം ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക്. പോളിസി ഹോൾഡർ പ്രീമിയം പേയ്മെൻറ്റ് നടത്താതെ ഇരിക്കാം, ഡീഫോൾട്ട് പേയ്മെൻറ്റ് വരുത്താം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, കമ്പനിക്ക് നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടത്തെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫണ്ടാണ്. പ്രൊവിഷൻ പോലെ തന്നെയാണ്, പ്രൊവിഷനാണിതും. ലൈഫ് അഷുറൻസ് ഫണ്ട് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ദിസ് ഈസ് ദി ഫണ്ട് ക്രിയേറ്റഡ് ബൈ ദി ലൈഫ് ഇൻഷുറൻസ് കമ്പനി ടു മീറ്റ് ദി ലയബിലിറ്റി ടുവേർഡ്സ് പോളിസി ഹോൾഡേഴ്സ്. ലയബിലിറ്റി ടുവേർഡ്സ് പോളിസി ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ പ്രീമിയം പേയ്മെൻറ്റ് നടത്താതെ ഇരിക്കുക. ഓക്കെ, ദി സർപ്ലസ് എവറി ഇയർ, സർപ്ലസിൻ്റെ ഒരു ഭാഗം, പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഈസ് ട്രാൻസ്ഫർ ടു ദിസ് ഫണ്ട്, ഈ ഫണ്ടിലേക്ക് മാറ്റുന്നു, പ്രൊവിഷനായിട്ട് മാറ്റുന്നു. ഓക്കെ, ഇതാണ് ലൈഫ് ഇൻഷുറൻസും അതുപോലെ നമ്മളുടെ ടേംസ്, ഇമ്പോർട്ടൻറ്റ് ടേംസും വരുന്നത്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈഫിനെ ഇൻഷുർ ചെയ്യുന്ന കമ്പനിയാണ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ലൈഫ് ഇൻഷുറൻസ് കമ്പനിയെ ഇൻഷുറർ എന്നും പോളിസി ഹോൾഡറെ ഇൻഷേർഡ് എന്നും പറയുന്നു. പോളിസി ഹോൾഡർ ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്ന എമൗണ്ടിനെ പ്രീമിയം എന്ന് പറയുന്നു. ലൈഫ് ഇൻഷുറൻസ് കമ്പനി മെച്യൂരിറ്റി പീരീഡിലോ ഡെത്തിലോ പോളിസി ഹോൾഡർക്ക് കൊടുക്കുന്ന എമൗണ്ടിനെ ക്ലെയിം എന്ന് പറയുന്നു. പിന്നെ ആനുവിറ്റി വരുന്നുണ്ട്. ആനുവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസി ഹോൾഡർ, ലൈഫ് ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡറുടെ കയ്യിൽ നിന്ന് ഒരു ലംസം എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടാകും. അതിന് പകരമായിട്ട് ആനുവൽ പേയ്മെൻറ്റ് പോളിസി ഹോൾഡർക്ക് കൊടുക്കുന്ന ഒരു ചെറിയ എമൗണ്ട് ആനുവൽ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നതിനെ ആനുവിറ്റി എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗമാണ്. അത് പോളിസി ഹോൾഡേഴ്സിന് കമ്പനി ക്ലെയിമിന് പുറമെ കൊടുക്കുന്നതാണ്. ഓക്കെ.
ഇത്രയും പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക, ക്ലിയർ ആയി തറോ ആയിരിക്കണം പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേട്ടോ. ഇൻഷാ അല്ലാ.